മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികളുടെ സാഹസിക യാത്ര. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ടാണ്. കേരള കർണാടക രജിസ്ട്രേഷനുള്ള 2 കാറുകളിലാണ് അഭ്യാസ പ്രകടനം. കേരള രജിസ്ട്രേഷനുള്ള കാറിൽ കുട്ടികളാണ് ഡോറിൽ കയറിയിരുന്ന് യാത്ര ചെയ്തത്. Super scene. Hi. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഈ മലയോര മേഖലകളിലെ വിനോദസഞ്ചാരത്തെക്കുറിച്ചും അതിന് ജാഗ്രത പാലിക്കേണ്ടതിനെക്കുറിച്ചും നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഈ പ്രേക്ഷകരോട് നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നത്. നിരന്തരമായി ഇതൊക്കെ തന്നെ ഇവർ ആവർത്തിച്ചാൽ ഇവർക്ക് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ കർശന നടപടികൾ മുൻ സംഭവങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇതിലും അത്തരത്തിൽ എന്തെങ്കിലും നടപടി എടുക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? മോത്തി, തീർച്ചയായിട്ടും നമ്മൾ വാഹനയാത്ര നടത്തുമ്പോൾ ആദ്യം പറയുന്നത് കയ്യും തലയും പുറത്തിടരുതെന്നാണ്. പക്ഷെ ഇപ്പോൾ കുറെ നാളുകളായി ഈ യുവാക്കൾ അവര് കയ്യും തലയും മാത്രമല്ല ഉടലോടെ പുറത്തിട്ടാണ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലൂടെയുള്ള മലമ്പാതകളിൽ ഇത്തരത്തിൽ ഉള്ള യാത്ര അത് തീർച്ചയായിട്ടും അപകടകരമായിട്ടുള്ള യാത്ര തന്നെയാണ്. കാരണം വളവും പുളവുമുള്ള വഴികളാണ്. അപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോൾ തന്നെ ഈ വാഹനം ഉലയുകയും ഇത്തരത്തിൽ നിൽക്കുന്ന ആളുകൾ തെറിച്ച് റോഡിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഈ മാസം 5ാമത്തെ സംഭവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഗ്യാപ് റോഡിലായിരുന്നു. പക്ഷെ അവിടെ കഴിഞ്ഞ ദിവസം തൊട്ട് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ 2 സംഭവങ്ങൾ, നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ 2 സംഭവങ്ങൾ ഉണ്ടായത് മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇതിൽ ഒരു വാഹനത്തിൽ പോകുന്നത് ചെറിയ കുട്ടികളാണ്. അവരാണ് പുറത്തേക്ക് കൈയും തലയും ഒക്കെ ഉടലൊക്കെ പുറത്തിട്ട് യാത്ര ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളാണ്, രക്ഷിതാക്കളാണ്, ആ വാഹനത്തിലുണ്ടായിരുന്ന രക്ഷിതാക്കളാണ്. അവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുകയും ഒരു ഇക്കാര്യത്തിൽ ഗൗരവമായി കാണുകയും ചെയ്യണം എന്നുള്ളതാണ്. കാരണം മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുക്കുന്നതിനപ്പുറം ഇക്കാര്യത്തിൽ സ്വയം ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നുണ്ട്. ഒരാളുടെ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കോഴിക്കോട് സ്വദേശിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഡ്രൈവിംഗ് പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാനും കമ്മ്യൂണിറ്റി സേവനം നടത്താനും ഇത്തരത്തിൽ യാത്ര ചെയ്തവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ രക്ഷിതാക്കൾക്കെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. തീർച്ചയായിട്ടും ജെയിൻ.